നമസ്കാരം. എക്സാലോജിക് കേസുമായി വീണ വിജയൻ ഇനി കുറച്ചു നാൾ കൂടി പുറത്ത് സുഖമായി നടക്കും എന്നൊക്കെയായിരുന്നു ആളുകൾ ധരിച്ചു വച്ചിരുന്നതെങ്കിൽ അതിന് വലിയ കോട്ടം സംഭവിച്ചിരിക്കുന്നു, അത് വലിയ ഇടിവ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. CBI ശക്തമായി ഈ കേസുമായിട്ട് മുന്നോട്ട് പോകും. അതുപോലെ തന്നെ EDയും കുരുക്ക് മുറുക്കി തുടങ്ങിയിരിക്കുന്നു. അതിന് പ്രധാന സംഭവം എന്താണെന്ന് വെച്ചാൽ SFIയുടെ റിപ്പോർട്ട് തേടിക്കൊണ്ട് കോടതിയിലേക്ക് ED നീങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ അധികം വൈകാതെ വീണ വിജയനെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കടക്കും. ചോദ്യം ചെയ്യലിൽ 3 ഘട്ടമായുള്ള ചോദ്യം ചെയ്യലായിരിക്കും വീണ വിജയൻ നേരിടേണ്ടി വരിക. ഒന്ന്, വീണ വിജയനെ ഒറ്റയ്ക്ക് 2 തവണ രണ്ട് സ്ഥലത്തായിട്ട് ചോദ്യം ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. മറ്റൊന്ന്, വീണ വിജയനെയും വീണ വിജയൻ്റെ അമ്മയെയും അതായത് കമലയെയും ചേർത്തിരുത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടക്കും എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. കാരണം മുഖ്യമന്ത്രിക്ക് രക്ഷിക്കാൻ കഴിയാത്ത തരത്തിലേക്കുള്ള കുരുക്കുക എന്ന് തന്നെയാണ് EDയും അതുപോലെ തന്നെ CBIയും ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ പൂർണ്ണമായ പിന്തുണ കൂടി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. കേസ് ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശം. അതിനനുസരിച്ച് വളരെ വേഗത്തിൽ ഈ കേസുമായി EDയും അതുപോലെ തന്നെ CBIയും പോകാൻ തുടങ്ങുന്നു, ഒരുങ്ങുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതിന് പ്രധാനമായി 2 കാരണങ്ങൾ. ഒന്ന്, ഉടൻ നടക്കാൻ പോകുന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ്, മറ്റൊന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിന് പിന്നാലെ വരുന്ന വലിയ മാമാങ്കം സംസ്ഥാന തെരഞ്ഞെടുപ്പ്, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇതിലൊക്കെയും വീണ വിജയൻ എന്ന പേര് മുഴങ്ങണമെന്നും ഈ കേസ് വലിയ തോതിൽ നിലനിൽക്കണമെന്നും ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ഈ കേസിൽ വീണ വിജയന് കൃത്യമായ ശിക്ഷ ഉറപ്പാക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ നിർദ്ദേശം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റിക്കൊണ്ട് കേസ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് തന്നെയാണ് EDയും CBIയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 5 പൈസ ജോലി ചെയ്യാതെ ഇത്തരത്തിലുള്ള വലിയ കമ്മീഷൻ വാങ്ങി എന്ന തരത്തിൽ ഉള്ള ഒരു കേസ്, എക്സാലോജിക് കേസിൽ വീണ വിജയൻ അകത്താകും. ഏത് അമ്പലത്തിൽ പോയാലും ഇനി രക്ഷയില്ല എന്ന തരത്തിലേക്ക് ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. വീണ വിജയൻ ഈ കുറച്ച് നാളുകളായി ക്ഷേത്ര ദർശനം പതിവാക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ ദിനം പ്രതി മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പലപ്പോഴും പല പഴുതുകളും ഇട്ടുകൊണ്ട് ഇതിന് തടയിടാനുള്ള പല ശ്രമങ്ങളും നടത്തിയിരുന്നു. എന്നാൽ പിണറായി വിജയന് ഇനി അങ്ങനത്തെ തടയിടൽ നടക്കില്ല. പിണറായി വിജയൻ അടക്കമുള്ളവർക്ക് വലിയ തോതിലുള്ള ഭീഷണിയായി വീണ വിജയൻ മുന്നിൽ നിൽക്കുകയാണ്. അതായത് ഒരു വാൾ പോലെ തൂങ്ങിക്കിടക്കുന്ന ഒരു കേസാണ് ഇപ്പോൾ ഇത് ആ കേസായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ വീണ വിജയൻ്റെ എക്സാലോജിക് വിഷയവുമായി ബന്ധപ്പെട്ട കേസ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് നിർണായകമായ ശക്തിയായി മാറും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ CPMന് തുടർഭരണം, മുഖ്യമന്ത്രിയുടെ 3ാം വട്ട മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള നീക്കം, ഇതൊക്കെ CPM വലിയ തോതിൽ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളാണ്. എങ്കിൽ ഇതിലൊന്നും എത്താൻ CPMന് കഴിയില്ല. അത്രമാത്രം ജനങ്ങൾ വെറുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ കേസിൻ്റെ തുമ്പുകൾ നീളുമ്പോൾ സംഭവിക്കും എന്ന് തന്നെയാണ് അറിയുന്നത്. ഇതിനു മുമ്പായി കേസിൻ്റെ വിചാരണകൾ തീരുകയും വീണ വിജയൻ ജയിൽ അകത്തേക്ക് പോവുകയും ചെയ്യും. മുഖ്യമന്ത്രിയും അതിനൊപ്പം ഉണ്ടാകും, കമല വിജയനും അതിനൊപ്പം ഉണ്ടാകും എന്നുള്ള വാർത്തകളും ശക്തിപ്പെടുകയാണ്. ഇനി കേന്ദ്ര സർക്കാരിനെ ഒരു വിധത്തിലും സ്വാധീനിക്കാനോ കേന്ദ്ര സർക്കാർ അത്തരത്തിൽ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടാനോ വഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്ത് ഇറങ്ങുന്ന വിവരം. ഇനി പിണറായി വിജയന് ഒരു രക്ഷയുമില്ല. മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലായി ഇടതുപക്ഷവും അതിൻ്റെ കപ്പിത്താനായി പിണറായി വിജയനും മാറുന്നു എന്നുള്ള വാർത്തകളും ഇപ്പോൾ ബലം പിടിക്കുകയാണ്.